ദിലീപ് ദേവസ്യ മലയാളപ്പുഴയിൽ നമുക്കൊപ്പം തത്സമയമുണ്ട്. ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ. ഹൈക്കോടതി ഹർജി പരിഗണിച്ചതിന് ശേഷം കുടുംബവുമായി സംസാരിച്ചോ? എന്താണ് അവർ പറയുന്നത്? സുജിയ, ഹൈക്കോടതി കേസ് പരിഗണിച്ചതിന് ശേഷം കുടുംബം പുറത്തേക്ക് വന്നിട്ടില്ല. കുടുംബം പറഞ്ഞത് ഇത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ്, പിന്നീട് പ്രതികരിക്കാമെന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കേസിൽ CBI അന്വേഷിക്കണമെന്ന നിലപാട് തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല കുടുംബ സുഹൃത്തുമായ മലയാളപ്പുഴ മോഹൻ അടക്കം പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ CBI എത്തണമെന്നാണ്. കാരണം ഇവർ പറയുന്നതടക്കം വലിയ തോതിൽ നമുക്ക് പോയിന്റ് ഇട്ട് അക്കമിട്ട് നിരത്തേണ്ട ചില കാര്യങ്ങൾ. ആദ്യം മുതൽ മരണം നടന്ന സംഭവത്തിൽ ഇവർ കുടുംബം എത്തുന്നതിന് മുൻപ് തന്നെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുകയും അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ഇതാക്കുകയും ചെയ്തു. പക്ഷേ ഇതിനൊന്നും തന്നെ ഈ ബന്ധുക്കൾ അവിടെ എത്തിയിരുന്നില്ല. ഈ എത്താതെ നടത്തിയത് ഒരു ചട്ടലംഘനമാണെന്നുള്ള ആദ്യത്തെ കണക്കുകൾ ഇവർ പറയുന്നു. രണ്ട്, ഈ നേരത്തെ തന്നെ തന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു, താൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്ന് ഭർത്താവ് വിളിച്ചു പറഞ്ഞതായി ഭാര്യ മഞ്ജുഷ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് എന്തിന് തിരിച്ചുപോയി, പിന്നെ ആ സമയം എന്തു ചെയ്തു? ഒരാൾ ഇങ്ങോട്ട് വരുന്നു, അതായത് ഇവിടേക്ക് വരുമ്പോൾ ഈ യാത്രയപ്പ് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ യാത്ര അയക്കാൻ പോകാൻ ഒരാൾ കൂട്ടുകൂടെ പോകില്ലേ? അതായത് വാഹനം കയറ്റി അയക്കാൻ ഒരാൾ കൂടെ ചെല്ലില്ലേ? അങ്ങനെ ഒരാൾ കൂടെ വന്നില്ല. കാരണം അത്രയും സ്നേഹമുള്ള ഒരാളാണെന്നെല്ലാം ജീവനക്കാർ പറയുമ്പോഴും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലേ? ഈ കലക്ട്രേറ്റിലെയും ക്വാർട്ടേഴ്സിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചോ? ഇവരുടെ CDR എടുത്തോ? അതായത് ദിവ്യയുടെയും പ്രശാന്തിൻ്റെയും CDR പരിശോധിച്ചോ എന്നുള്ള ചോദ്യങ്ങളടക്കം ഇവർ ചോദിക്കുന്നുണ്ട്. തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് SIT നിൽക്കുന്നത് എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് CBI അന്വേഷിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടത്. ഇതേ കാര്യത്തിൽ തന്നെയാണ് ഇന്ന് ഈ വീട്ടിലെത്തിയ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞത്. ഈ കൊടിയ വഞ്ചനയാണ് സംസ്ഥാന സർക്കാർ ഇവരോട് കാണിച്ചതെന്നാണ്. അതായത് ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുകയും വേട്ടക്കാരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് തന്നെയാണ് ഈ കുടുംബത്തിനും എടുത്തു പറയേണ്ടത്. കാരണം ഇരയ്ക്കൊപ്പം നിൽക്കുന്നു, അതായത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പറയുന്നത് തങ്ങൾ ഇദ്ദേഹത്തിന് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പറയുമ്പോൾ എവിടെയാണ് യഥാർത്ഥത്തിൽ പാർട്ടി നിൽക്കുന്നത്? അതാണ് ചോദ്യം.